അപ്പോഴേ ഞങ്ങൾ ഇന്നലെ എടപ്പള്ളി പള്ളിയിലാണ് കേട്ടോ പോയത്. അപ്പോ എന്റെ ഇവിടെ ചട്ടി മേടിച്ചാല് മിക്കതും പൊട്ടിപ്പോവാട്ടോ. പൊട്ടിപ്പോവെന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ തീ കൊണ്ടെന്നാ അവര് പറയുന്നത്. ഗ്യാസിന്റെ ചൂട് അധികമായതുകൊണ്ടാണ്. ഞാൻ വലിയ ബർണറിലാട്ടോ വെക്കുന്നത്. പക്ഷെ പണ്ടത്തെ ചട്ടികളൊന്നും അങ്ങനെ പൊട്ടിപ്പോകത്തുണ്ടായിരുന്നില്ല. അതൊക്കെ എത്ര കാലം കഴിഞ്ഞ് വീട് നിൽക്കുമായിരുന്നു ഇതിലൊക്കെ ഇട്ടിട്ട്. ഇപ്പൊ വരുന്ന ചട്ടികളെല്ലാം ഇപ്പൊ വാങ്ങിക്കൊണ്ടൊക്കെ ഞാൻ നേരത്തെ ചട്ടി ചോരുന്നുണ്ടായിരുന്നു. അപ്പം ചെറുതായിട്ട് ചോരുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് പകരം വേറെ ചട്ടി മേടിച്ചിട്ട് ഞാൻ പറഞ്ഞത് 2 കറി വെച്ചപ്പോഴത്തേക്കും അതെല്ലാം വെണ്ടത് ഇങ്ങനെ ആയിപ്പോയി. കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണമെന്നൊക്കെ അവര് പറയാറുണ്ട്. പക്ഷെ സാധനം വെണ്ട് പൊട്ടിപ്പോയി കേട്ടോ. എന്റെ ബർണർ മുഴുവൻ ചീത്തയിപ്പോയി. അപ്പോ ബർണറിലേക്ക് ഇങ്ങനെ ഉരുകി വീണിട്ടേ അത് തേച്ച് കഴിയിട്ടും പോകുന്നില്ല. അപ്പൊ നല്ല ബർണർ ഒക്കെയായിരുന്നു. അപ്പൊ അത് ചീത്തയായിപ്പോയി. അപ്പൊ ഞാൻ ഇന്നലെ എടപ്പള്ളിപ്പള്ളിയുടെ പുറത്തിങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ സ്ഥിരം ഉള്ളതാണ് കേട്ടോ, പണ്ട് മുതലേ ഇരിക്കുന്ന ആൾക്കാരെ. അപ്പൊ അവിടെ നിന്ന് ഞാൻ 2 ചട്ടി വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ ചേച്ചി പറഞ്ഞു ചട്ടി കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചിട്ട് അഭിപ്രായം ഒക്കെ പറയണം എന്ന് പറഞ്ഞു. നമുക്ക് അഭിപ്രായം പറയാനുള്ളതാണ്. അപ്പൊ പുതിയ 2 ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ചട്ടി എന്തിനാന്ന് ചോദിക്കുമായിരിക്കും 2 പേരുള്ള വീട്ടിലല്ലേ. ഞാൻ അധികം കുറച്ച് മീൻകറിയൊക്കെ വെക്കുമ്പോൾ കുറച്ച് അധികമായിട്ട് തന്നെയാണ് വെക്കണം. പിന്നെ നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് വരുമ്പോഴത്തേക്കും പിന്നെ നിറഞ്ഞിങ്ങനെ മുത്തയിരിക്കും. അതിൽ നല്ലത് കുറച്ചായിട്ട് വെക്കുന്നതല്ലേ. പിന്നെ വലിയ ചട്ടിയാണ് നല്ലത്, ഇറക്കുമ്പോഴൊന്നും പുറത്തു പോകത്തില്ലല്ലോ. ഇങ്ങനെ പൊട്ടിയൊക്കെ പണ്ടത്തെ ആൾക്കാർ എടുക്കുന്നതാണായിരുന്നു. പക്ഷെ അന്ന് വീടുകളിലൊക്കെ കൊണ്ടുവരുന്ന ചട്ടിയൊന്നും നല്ലതായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ചട്ടി ഞാൻ മേടിച്ചു. പിന്നെ അതിന്റെ കൂടെ 2 കപ്പ് കണ്ടപ്പം ഒരാഗ്രഹം, എന്നാ പിന്നെ കപ്പ് മേടിച്ചു കളയാന്ന് വിചാരിച്ചു. കണ്ടോ, 2 കപ്പ്. ഇതിന് ഒരെണ്ണത്തിന് 60 രൂപയാണ് പറഞ്ഞത് കേട്ടോ. 50 രൂപയുടെ ഉണ്ട്, 60 രൂപയുടെ ഉണ്ട്. അപ്പൊ ഞാൻ 60 രൂപയുടെ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇത് കണ്ടപ്പോ ഒരു രസം, തോരനൊക്കെ വെക്കാൻ നല്ലതല്ലേ. കഞ്ഞിവെള്ളം ഒഴിച്ച് വെച്ചൊന്ന് തിളപ്പിച്ച് കളയാൻ പറഞ്ഞു. തിളപ്പിച്ച് നോക്കണം. അപ്പൊ ഞാൻ വീഡിയോ എടുത്തല്ലോ. ആ വീഡിയോ എടുത്തുകൊണ്ടാണോന്ന് അറിയില്ല. ചേച്ചി പറഞ്ഞു ചട്ടി കൊണ്ടുപോയിട്ട് നല്ലതാണോ എന്ന് വന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ചട്ടി നല്ലതാണോ അല്ലയോ എന്ന് ചേച്ചിയോട് പറയണ്ടേ. അതെ, ഇനി മുതൽ ചായ കുടിക്കാൻ ഈ കപ്പിന് വലിയ കനമൊന്നും ഇല്ല കേട്ടോ. ഇതിൽ ചായ കുടിച്ചാൽ എന്നാ ടേസ്റ്റ് ഒന്നും അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാ. അപ്പൊ ഇത്രയാണ് ചട്ടി വിശേഷങ്ങൾ കേട്ടോ. ബൈ.